പപ്പടം വെച്ചിട്ട് നല്ലൊരു കറി തയ്യാറാക്കിയാലോ. ഒരു 5-6 പപ്പടം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് നന്നായി ഒന്ന് നനച്ചെടുത്തിട്ട് വരാം. പപ്പടം കീറിപ്പോകരുത്. ഇനി ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് ചുറ്റിയെടുക്കണം. ഒട്ടിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പാൻ ചൂടായതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ പപ്പടം നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇതിന് നമുക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിലേക്ക് നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയെല്ലാം നന്നായി ഒന്ന് മൂത്ത് കിട്ടണം. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ നോക്കണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. കറി ഇപ്പം നന്നായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം. ഇനി 2 മിനിറ്റ് നേരം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പപ്പടക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പടത്തിൻ്റെ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്റ്റൗ ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.